നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മൾ സ്ത്രീകളെല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ തല മറച്ച് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഈ തല മറച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ആരാണ്? ഞാൻ എനിക്കറിയാവുന്ന ഒരുപാട് വൈദികരോട് ചോദിച്ചു. പക്ഷേ അവരുടെ ഒന്നും ഉത്തരം എനിക്ക് മര്യാദയ്ക്ക് മനസ്സിലായില്ല. അവരൊക്കെ തന്നെ പറഞ്ഞത് പൗലോസ് ശ്ലീഹ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു. അപ്പം ഞാൻ അത് പോയി കണ്ടുപിടിച്ചു. ആ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഈ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനം ഇതാണ്. 11-ാം അധ്യായം വാക്യം 6. സ്ത്രീ വസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമാണെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. ഇതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്ന സമൂഹത്തിന് ശരിയല്ലെന്നും ഒക്കെയുള്ള ചർച്ചകൾ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് 1960കളിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൂടുന്നത്. അവിടെയെല്ലാം അവർ ചർച്ച ചെയ്തത് സ്ത്രീക്കും പുരുഷൻ്റെ ഒപ്പം തന്നെ മാന്യതയും അവകാശങ്ങളും വേണമെന്നും അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷൻ്റെ പോലെ സമത്വം വേണമെന്നും ഒക്കെയാണ് അവരവിടെ പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനത്തെ തല മൂടുന്നത് പോലെയുള്ള ആചാരങ്ങളൊക്കെ കത്തോലിക്ക സഭ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് അവസാനിപ്പിക്കാനും ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത് പൗലോസ് ശ്ലീഹ എന്തുകൊണ്ടാണ് ഇങ്ങനെ തലമറയ്ക്കണം എന്ന് പറഞ്ഞത്? പൗലോസ് ശ്ലീഹ ഒരു യഹൂദനായിരുന്നു. അപ്പം യഹൂദ മതത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം പൗലോസ് ശ്ലീഹ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീ ശിരോവസ്ത്രം ധരിക്കണം എന്നുള്ള ആശയം ഉണ്ടായത്. അന്നത്തെ കാലത്ത് ഈ യഹൂദ സ്ത്രീകൾ തല മറയ്ക്കുന്നത് കുലീനതയുടെ അടയാളമായിട്ടാണ് കണ്ടിരുന്നത്. അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകാഗ്രത കിട്ടാനും ഇത് സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതിന് ശാസ്ത്രീയമായിട്ട് ഒരു തെളിവില്ലെങ്കിലും ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് ശ്ലീഹ ഇത് ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു പരിധിവരെ പൗലോസ് ശ്ലീഹ അതിൽ വിജയിക്കുകയും ചെയ്തു. അത് പറയാൻ കാരണം ഇപ്പോഴും നമ്മൾ സ്ത്രീകൾ തലയിൽ തുണി ഇട്ടുകൊണ്ടാണ് പ്രാർത്ഥനാ സമയത്ത് പള്ളിയിൽ നിൽക്കുന്നത്. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞു. അപ്പം ഞാൻ പിന്നെയും ചിന്തിച്ചു, നമ്മുടെ കർത്താവും യേശു ക്രിസ്തുവും ഒരു യഹൂദനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? പൗലോസ് ശ്ലീഹയുടെ പോലെ തന്നെ ആയിരുന്നു എന്ന് അങ്ങനെ നോക്കി ഞാൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്കിന് ലൂക്കായുടെ ലേഖനം കണ്ടുപിടിച്ചു. ലൂക്കായുടെ ലേഖനത്തിൽ 7-ാം അധ്യായം അതിലെ 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പാപിനിയായ സ്ത്രീ മഗ്ദലന മറിയം യേശുവിനെ കാണാൻ വന്നു. അവൾ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകുകയും മുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അന്നത്തെ യഹൂദ മതത്തിലുണ്ടായിരുന്ന പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളത്തെ എല്ലാം മറികടന്നുകൊണ്ട് യേശു സ്ത്രീകളുടെ ഒപ്പം നിന്നു അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു യേശു. ആ യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുപോലെയാണ്. നമ്മൾ തല മറയ്ക്കുന്നതൊന്നും യേശുവിനൊരു വിഷയമേ അല്ല. അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോടിന്ന് പറയാനുണ്ടായിരുന്നത്. നമ്മുടെ യേശു എങ്ങനെയായിരുന്നു എന്ന്.